ഹായ് എവരിവൺ, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാനൊരു മഷ്റൂം കറിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 6 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു വഴനയില അല്ലെങ്കിൽ ബേ ലീഫ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഈ സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 സവോള സ്ലൈസ് ചെയ്തതും 3 പച്ചമുളകും ചേർക്കാം. ആ സവോള ഒന്ന് നിറം മാറി വരുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ നിറവും മാറും. ഇപ്പോൾ സവോള നിറം മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർക്കാം. 2 തക്കാളി, 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഈ തക്കാളി ഇനി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി അതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആ തക്കാളി ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഈ പൊടികളുടെ എല്ലാ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇതുപോലെ നല്ലോണം എണ്ണയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ വഴറ്റി വരുമ്പോൾ നല്ലോണം എണ്ണ തെളിഞ്ഞ് വരും. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ടിനി മഷ്റൂം ചേർക്കുവാണ്. ഇതൊരു 500 ഗ്രാം മഷ്റൂമാണ്. ബട്ടൺ മഷ്റൂമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മഷ്റൂം എപ്പോഴും കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചുരുങ്ങും. അപ്പോൾ തീരെ ചെറിയ പീസസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറി വെക്കുമ്പോൾ നമുക്ക് കടിക്കാനായിട്ടൊന്നും കാണത്തില്ല. കുറച്ച് കറിവേപ്പില ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ ചേർക്കാം. അതുപോലെ മഷ്റൂമെന്നും കുറച്ച് വെള്ളം വരും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ചേർത്താൽ മതി. ഇതൊരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആ സമയത്തിൽ മഷ്റൂമിൽ നിന്നുള്ള വെള്ളം അതിനകത്തുനിന്ന് വരും. അപ്പോൾ പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല, എനിക്ക് ഇത്ര ഗ്രേവി മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇതിനകത്ത് കുറച്ചും കൂടി കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. നമുക്ക് ചപ്പാത്തിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.